നമസ്കാരം. ബാലഗോപാൽ എന്തായാലും ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഇന്നലെ കണക്കിന്, അതായത് വയർ നിറച്ച് പിണറായി വിജയനും ധനകാര്യ വകുപ്പിനും ധനകാര്യ മന്ത്രിക്കും കിട്ടിയിട്ടുണ്ട്. നേരായ രീതിയിൽ ഓഡിറ്റ് പോലും നടത്താതെയാണ് ധനവകുപ്പ് ഓരോ റിപ്പോർട്ടും കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്. ഇനി മിക്കവാറും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന നിലയിൽ ഒരു റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആ ഉത്തരവ് ഇറങ്ങും ഡൽഹിയിൽ നിന്നും. അതായത് കേരളം ധനകാര്യ വകുപ്പ് പൂർണ്ണമായ മേൽനോട്ടം ഇനി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനായിരിക്കും എന്ന രീതിയിലേക്ക് റിപ്പോർട്ട് ഇറങ്ങിയാൽ പിന്നെ ഇനി കേരള സർക്കാരിന് ഒരു റോളുമില്ല. അതോടെ ഓരോ ദിവസവും റിപ്പോർട്ട് നൽകേണ്ടി വരും കേരളത്തിന്. ഇനിയും നാണം കെട്ട ധനകാര്യമന്ത്രി കസേരയിൽ തുടരണോ? അതിനെക്കാട്ടി നല്ലത് രാജിവെച്ച് പോകുന്നതല്ലേ ബാലഗോപാല നല്ലത്. സംസ്ഥാനത്തെ അവസാന ധനമന്ത്രിയായി തന്നെ മാറ്റരുത് എന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ആവശ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുച്ഛിച്ചു തള്ളിയതോടെ ധനവകുപ്പിന്റെ പ്രവർത്തനം താറുമാറായി. ധനവകുപ്പിന്റെ ചിറകറിയാനുള്ള അജണ്ട ധനമന്ത്രിയുടെ തലയ്ക്ക് മുകളിലൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയിൽ നിന്നാണ് മന്ത്രിസഭാ യോഗത്തിലേക്ക് വാങ്ങിയതെന്നാണ് സംസാരം. എന്നാൽ അപമാനിതനായിട്ടും രാജിക്ക് മന്ത്രി തയ്യാറാകുന്നില്ല. ആ കസേര തന്നെ അള്ളി പിടിച്ചിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗ തീരുമാനം പുറത്തു വന്നതോടെ ധനവകുപ്പിന്റെ പ്രവർത്തനം ഏതാണ്ട് മരവിച്ച മട്ടിലാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അതീവ രഹസ്യമായി തയ്യാറാക്കി അവതരിപ്പിച്ച അജണ്ടയിൽ ധനവകുപ്പിന്റെ മുക്കാൽ പങ്കും അധികാരങ്ങളും മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കൈമാറി. ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പേ എതിർപ്പുണ്ടായിരുന്ന പിണറായി വിജയന്റെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. കെ എൻ മാണി ധനമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ധനവകുപ്പിന്റെ അധികാരങ്ങൾ കവരാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ മന്ത്രി കെ എം മാണിയിൽ നിന്ന് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടത്തുന്നത് എളുപ്പമല്ല എന്ന് കണ്ട് ഉമ്മൻചാണ്ടി പിന്മാറി. പിന്നീട് ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രി തോമസ് ഐസക്കിൽ നിന്നും ധനവകുപ്പിന്റെ അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെങ്കിലും ഐസക്കിന്റെ അപ്രമാദിത്യം കാരണം കഴിഞ്ഞില്ല. രണ്ടാം പിണറായി സർക്കാരിൽ തീർത്തും ദുർബലനായ ബാലഗോപാലനെ മന്ത്രിയാക്കിയത് ഇത്തരമൊരു നീക്കം മുന്നിൽ കണ്ടാണ്. അതുകൊണ്ടാണ് ബേബി ബാലഗോപാലന് മന്ത്രിസ്ഥാനം പിണറായി നൽകിയത്. കഴിഞ്ഞ 4 വർഷമായി ഇതിനുവേണ്ടി ശ്രമം തുടർന്ന പിണറായി ഇപ്പോൾ ഇതാ ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മുഖ്യമന്ത്രിമാർക്കും സന്തോഷകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറമെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള DGPയെ നിയമിക്കുന്നത് പോലുള്ള പ്രതിഭാസമാണ് ഇപ്പോൾ സംഭവിച്ചത്. ക്രമസമാധാനത്തിന്റെ ചുമതലയില്ലാത്ത DGPയെ പോലെയായിരിക്കുന്നു ഇപ്പോൾ ധനവകുപ്പ്. സർക്കാർ ജീവനക്കാരുടെ എല്ലാ സേവന ചട്ടങ്ങളും ഒറ്റ സിവിൽ സർവീസ് കോഡിന് കീഴിലാക്കാനുള്ള നീക്കമാണ് ധനവകുപ്പിന്റെ പല അധികാരികളും ഇല്ലാതാക്കിയത്. കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് കോഡ് രൂപീകരിക്കാൻ പൊതുഭരണ വകുപ്പിനാണ് ചുമതല. ഇത് നിലവിൽ വരുന്നതോടെ ധനവകുപ്പ് ഇപ്പോൾ കൈയാളുന്ന പല ഉത്തരവാദിത്തങ്ങളും മുഖ്യമന്ത്രിയുടെ കീഴിലെ പൊതുഭരണ വകുപ്പിലേക്ക് മാറും. ഫയലുകളിൽ ധനവകുപ്പിന്റെ അഭിപ്രായം തേടുന്നത് അവസാനിക്കും. സർക്കാരിന് തോന്നുംപടി പദ്ധതികളും തോന്നുംപടി കരാറുകളും തോന്നുംപടി എത്ര രൂപയുടെ നോട്ടുകളും ചെലവാക്കാം. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കാനുള്ള ധനവകുപ്പിന്റെ അധികാരം ഇല്ലാതാക്കും. അതായത് കേരളത്തിൽ മന്ത്രിമാർ ഫയലിൽ ഒപ്പിട്ട് 500 കോടി, 2000 കോടി, 1000 കോടി ഇങ്ങനെ എഴുതി എഴുതി ധനവകുപ്പിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇങ്ങനെ പറത്തിവിടുമ്പോൾ ധനവകുപ്പിന്റെ ചീഫ് സെക്രട്ടറി, അതായത് ധനവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ അത് പിടിച്ചു വെച്ച് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്തിങ് അറിയും. പറ്റില്ല. സാമ്പത്തികത്തിൽ കൈയിട്ട് നോക്കിയപ്പോൾ, അതായത് ഖജനാവിൽ കൈയിട്ട് നോക്കിയപ്പോൾ 1 രൂപ പോലും ഇല്ല, അവിടെ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന്. അതുകൊണ്ടാണ് പിണറായി വിജയന് ഭയങ്കര തലവേദന. ആ ധനവകുപ്പ് നേരെ പൊതുഭരണ വകുപ്പിലേക്ക് പോകുമ്പോൾ 500 അല്ല, 1000 അല്ല, ഇനി എത്ര കോടി വേണമെങ്കിലും ആരോടും ചോദിക്കാതെ പിണറായി വിജയനും എഴുതി ഇനി ഇഷ്ടം പോലെ എടുക്കാം. ഇനി ടൂർ പോവാനും ഇനി ധനവകുപ്പിലേക്ക് ആവശ്യം വരില്ല. റിസോർട്ടിൽ പോയി ചെന്ന് ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തുക എന്ന പേരിലേക്ക് ഉല്ലസിക്കാനും ഭാര്യയും മക്കളെയും കുടുംബസമേതം ഓരോ വർഷവും, അതായത് ക്രിസ്മസും ഓണവും ഒക്കെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളെല്ലാം കറങ്ങി നടക്കാനും മുഖ്യമന്ത്രിക്ക് ഇനി ധനകാര്യ വകുപ്പിന്റെ താക്കോൽ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ബാലഗോപാലിന് ഇനി വെറും മുഖ്യമന്ത്രിയുടെ ഇടം കൈയായിട്ട് അവിടെ തന്നെ നിൽക്കും. ഒരു റോളുമില്ല, ഒരു അധികാരവുമില്ല. പിന്നെ സ്റ്റേറ്റ് കാറിൽ ധനമന്ത്രി എന്നൊരു പേരിൽ സംസ്ഥാനത്ത് നിന്ന് കറങ്ങി നടക്കാം. അത്രയേ ഉള്ളൂ ഇനി ബാലഗോപാലിന്റെ ജീവിതം.